ഹൂത്തികൾ. ഈ പേര് ഇപ്പൊ ലോക വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. അപ്പോ ആരാണിവർ? ഒരു സാധാരണ പ്രാദേശിക പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ശക്തിയായി മാറിയ ഈ സംഘത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ സംഖ്യ കണ്ടോ? 12%. ലോകത്തിലെ മൊത്തം കച്ചവടത്തിന്റെ, അതായത് ഗ്ലോബൽ ട്രേഡിന്റെ ഏകദേശം 12% കടന്നുപോകുന്നത് ചെങ്കടലിലെ ബാബ് എൽ മന്ദബ് എന്നൊരു ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കച്ചവട പാതയെ ഭീഷണിപ്പെടുത്താൻ ആർക്കാണിപ്പ കഴിയുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യമനിലെ ഹൂത്തികൾ. ശരി, ആദ്യത്തെ ചോദ്യം: എങ്ങനെയാണ് ഹൂത്തികൾ ഈ വ്യാപാരപാതയ്ക്കൊരു ഭീഷണിയാകുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചെങ്കടലിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കണം. നോക്കൂ, 2023 ശേഷം മാത്രം ഹൂത്തികൾ 100-ലധികം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ നടത്തിയത്. സാധാരണ വാണിജ്യ കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾ, എന്തിന് നേവിയുടെ കപ്പലുകൾ വരെ അവരുടെ ലക്ഷ്യമായി. അതുമാത്രമല്ല, അവർ ഇസ്രായേലിന് നേരെയും ഡ്രോണുകളും മിസൈലുകളും അയച്ചു. ഗാലക്സി ലീഡർ പോലെയുള്ള വലിയ കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോ എന്തിനാണ് അവരിത് ചെയ്യുന്നത്? ഹൂതികളുമായി അടുത്ത ബന്ധമുള്ള ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഹുസൈൻ അൽ ബുക്തിയുടെ വാക്കുകൾ കടമെടുത്താൽ, പാശ്ചാത്യരെ വേദനിപ്പിക്കാൻ അവരുടെ പോക്കറ്റിൽ കൈയിട്ടാൽ മതി. അതായത്, ഗാസയിലെ ഫലസ്തീനികൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. ചെങ്കടലിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ സംഘം ആരാണ്? എവിടെ നിന്നാണ് ഇവരുടെ തുടക്കം? ശരി, അതിന് നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകാം. ഈ പ്രസ്ഥാനം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നോക്കാം. ഹൂതി പ്രസ്ഥാനത്തിന്റെ ശരിക്കുള്ള പേര് അൻസാർ അല്ലാഹ് എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സഹായികൾ. ഇവർ യമന്റെ വടക്കൻ മേഖലയിലുള്ള സെയ്ദി ഷിയ എന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ മതപ്രസ്ഥാനമാണ്. 90കളിലും 2000ന്റെ തുടക്കത്തിലുമൊക്കെ ഇവർ വളർന്നുവരാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. സെയ്ദി സമൂഹത്തെ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും എല്ലാവരും അവഗണിക്കുന്നു എന്ന തോന്നല്, യമൻ ഗവൺമെന്റിലെ വലിയ അഴിമതി, സൗദിയുടെ സ്വാധീനത്തിൽ വളരുന്ന സുന്നി ഗ്രൂപ്പുകൾ, പിന്നെ അമേരിക്കയുടെ വിദേശനയം, പ്രത്യേകിച്ച് 2003 ഇറാഖ് അധിനിവേശം, ഇതെല്ലാം അവരുടെ വളർച്ചയ്ക്ക് കാരണമായി. അവരുടെ ആശയങ്ങൾ എന്താണെന്നറിയാൻ ഈ ഒരൊറ്റ മുദ്രാവാക്യം കേട്ടാൽ മതി: ദൈവം വലിയവനാണ്, അമേരിക്കയ്ക്കും മരണം, ഇസ്രായേലിനും മരണം, ജൂതന്മാർക്ക് ശാപം, ഇസ്ലാമിന് വിജയം. ഹിസ്ബുള്ളയെപ്പോലുള്ള സംഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ മുദ്രാവാക്യം അവരുടെ പാശ്ചാത്യ ഇസ്രായേൽ വിരുദ്ധ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഇനി അടുത്തത്: ഒരു സാധാരണ പ്രസ്ഥാനമെന്ന നിലയിൽ നിന്ന് എങ്ങനെയാണ് യമൻ എന്ന രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഹൂതികൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത്? നമുക്ക് നോക്കാം. ഇവിടെ ചില നിർണായക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2004 അവർ യമൻ സർക്കാരിനെതിരെ ആദ്യമായി ഒരു കലാപം തുടങ്ങി. പിന്നീട് 2011 അരബ് വസന്തം വന്നപ്പോൾ യമനിലെ ഭരണകൂടം ദുർബലമായി. ആ അവസരം മുതലെടുത്ത് ഹൂതികൾ അവരുടെ സ്വാധീനം കൂട്ടി. 2014 അവർ തലസ്ഥാനമായ സന പിടിച്ചെടുത്തു. അതോടുകൂടി 2015 സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യസേന ഇടപെടുകയും അതൊരു വലിയ ആഭ്യന്തര യുദ്ധമായി മാറുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ ഇന്ന് യമൻ ശരിക്കും രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഒരു വശത്ത് തലസ്ഥാനമായ സന കേന്ദ്രീകരിച്ച് ഹൂത്തികൾ ഒരു സമാന്തര സർക്കാർ നടത്തുന്നു. മറുവശത്ത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന ഒരു സർക്കാർ ഏദൻ എന്ന നഗരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അവർക്ക് സൗദി സഖ്യത്തിന്റെ പിന്തുണയുമുണ്ട്. അപ്പോ ഒരു ചെറിയ പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് തുടങ്ങി ഒരു രാജ്യത്തിന്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്ന ശക്തിയായി അവരെങ്ങനെ മാറി? അതിന്റെ ഉത്തരം അവരുടെ സൈനിക ശേഷിയിലും അവർക്ക് കിട്ടുന്ന സഖ്യങ്ങളിലുമാണ്. അവരുടെ സൈനിക വളർച്ച നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് കാണാം. തുടക്കത്തിൽ, അതായത് 2004 മുതൽ 2010 വരെ, ചെറിയ തോക്കുകളും വെച്ചുള്ള ഒരു ഗറില്ല യുദ്ധമായിരുന്നു. എന്നാൽ 2014 യമൻ സൈന്യത്തിന്റെ താവളങ്ങൾ പിടിച്ചെടുത്തതോടെ കാര്യങ്ങൾ മാറി. ടാങ്കുകളും മിസൈലുകളും പോലെയുള്ള വലിയ ആയുധങ്ങൾ അവരുടെ കയ്യിലെത്തി. പിന്നെ 2018 മുതൽ ഇറാനിയൻ ടെക്നോളജിയുടെ സഹായത്തോടെ ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത്ര നിസ്സാരമല്ല. ബാലിസ്റ്റിക്, ക്രൂയിസ് മിസൈലുകൾ, ദൂരേക്ക് പറന്ന് ആക്രമിക്കുന്ന ഡ്രോണുകൾ, കപ്പലുകളെ വരെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ, പിന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഹൂത്തികൾ പക്ഷെ ഒറ്റയ്ക്കല്ല. ഇറാനും അതിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് അവരെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഈ നെറ്റ്വർക്കിനെയാണ്
പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മൾ അവരുടെ ചരിത്രം കണ്ടു, അവരുടെ ശക്തിയും കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഹൂഥികൾ ഇന്ന് ലോകത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളവരാകുന്നത്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ലോകവ്യാപാരത്തിന്റെ 12% കടന്നുപോകുന്ന ബാബ് എൽ മന്ദബ് കടലിടുക്കിന് അടുത്താണ് അവരുടെ നിയന്ത്രണം. അതൊരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്. 2, ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള അധികാര മത്സരത്തിലെ ഒരു പ്രധാന കളിക്കാരനാണിവർ. 3, അവരുടെ ആക്രമണങ്ങൾ ലോകത്തിലെ ഷിപ്പിംഗിനെയും സപ്ലൈ ചെയിനുകളെയും നേരിട്ട് ബാധിക്കുന്നു. 4ാമത്തെ കാര്യം, യമനിലെ ഈ യുദ്ധം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നാണുണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലെത്തിക്കുകയാണ്. ഹൂതികളെ യമന്റെ ഭാവിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതോ അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഒരു വലിയ യുദ്ധത്തിന് തന്നെ തിരികൊളുത്തുമോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷേ പശ്ചിമേഷ്യയുടെ മുഴുവൻ ഭാവിയെയും നിർണയിച്ചേക്കാം.